ഹായ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ജാസ്ട്രി മീഡിയ. എല്ലാവർക്കും എൻ്റെ ജാസ്ട്രി മീഡിയ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് മനോഹരമായ വലിയ മീനുകളൊക്കെ ഓടിക്കളിക്കുന്ന ഒരു അക്വേറിയത്തിൻ്റെ മുൻപിലാണ് നിൽക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. അത്രയും നല്ല ഭംഗിയുണ്ട് ഈ മീനുകളെയൊക്കെ കാണാൻ തന്നെ. അക്വേറിയവും അതുപോലെ വളരെ മനോഹരമായി ഒരുക്കി വച്ചിരിക്കുന്നു. ഈ അക്വേറിയത്തിൻ്റെ വളരെ മനോഹരമായ കാഴ്ചകളൊക്കെ പകർത്താൻ എനിക്ക് സാധിച്ചു. അതിനാൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. എന്തു ഭംഗിയാണെന്ന് നോക്കിയേ ഈ മീനുകളൊക്കെ ഇങ്ങനെ ഓടിക്കളിക്കുന്നത് കാണാൻ തന്നെ എനിക്കും ഭയങ്കര ഇഷ്ടമായി. രണ്ട് വലിയ ടാങ്കുകളിലായിട്ടാണ് ഈ അക്വേറിയം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അപ്പുറത്ത് ഇനി വലിയൊരു മീനൊക്കെ കിടക്കുന്ന ഒരു അക്വേറിയം കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് പോവുകയാണ്. പല വർണ്ണങ്ങളിലുള്ള ചെറിയതും വലുതുമായ ഈ കളർ മത്സ്യങ്ങൾ ഇങ്ങനെ ഓടിക്കളിക്കുന്നത് കാണുമ്പോൾ മനസ്സിനും എന്താ പറയുന്ന ഒരു വല്ലാത്തൊരു ഉന്മേഷം നമുക്കൊക്കെ എല്ലാവർക്കും കിട്ടുന്നത് അനുഭവിക്കാൻ സാധിക്കുമെന്ന് ഞാൻ കരുതുന്നു. അങ്ങനെ ഞാൻ തൊട്ടടുത്തുള്ള അക്വേറിയത്തിലേക്ക് പോവുകയാണ്. അവിടെ ആ അക്വേറിയത്തിൻ്റെ അടുത്ത് ഞാൻ പതുക്കെ ചെന്നപ്പോൾ തന്നെ ആ മീനുകളൊക്കെ കരുതുകയാണ്. അതേ നോക്കിക്കോ, ഇപ്പം ഞാൻ അതിൻ്റെ അടുത്ത് ചെല്ലുകയാണ്. എൻ്റെ അടുത്ത് ചെന്നപ്പോൾ അവർ വിചാരിക്കുന്നത് ഞാൻ ആ മീനുകൾക്ക് ഫുഡ് കൊടുക്കാൻ വന്നതാണെന്നാണ്. അവർക്ക് അങ്ങനെ തോന്നി. അവർ എൻ്റെ മൊബൈലൊക്കെ കടിച്ചു കൊണ്ടുപോകാനുള്ള ശ്രമത്തിലാണെന്ന് തോന്നുന്നു കേട്ടോ. ഇവർ തള്ളി മറിച്ചിട്ടിരിക്കുന്നത് പോലെ ഒരു കപ്പലുമൊക്കെ ദേ ഇവിടെ കിടപ്പുണ്ട്. ഈ മീനുകളുടെ വലിയ കണ്ണുകളും ഇതിൻ്റെ വായൊക്കെ ഇങ്ങനെ തുറന്നിരിക്കുന്നതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് പേടി തോന്നുന്നുണ്ടോ? പക്ഷെ ഞാൻ നല്ല രീതിയിൽ ആസ്വദിച്ചു കേട്ടോ. എനിക്ക് ഭയങ്കരമായി ഇഷ്ടപ്പെട്ടു. എൻ്റെ മൊബൈൽ ഇടയ്ക്കിടയ്ക്ക് ഇവരിങ്ങനെ തിന്നാനുള്ള ഫുഡാണെന്ന് കരുതിയിട്ട് കഴിക്കാനുള്ള ഫുഡാണെന്നാണ് വിചാരിക്കുന്നതെന്ന് തോന്നുന്നു. ഇവരിടയ്ക്കിടയ്ക്ക് കഴിക്കാനായിട്ട് വരുന്നുണ്ട്. നോക്കി, നിങ്ങൾ നല്ല രീതിയിൽ ആസ്വദിക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ അതേ ഇവിടെ ഈ കോർണറിലായിട്ട് ഒരാളെ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. പുള്ളിക്കാരെ ഇങ്ങനെ നോക്കിക്കോ, ദേ ഇവിടെ ഇങ്ങനെ ഒളിച്ചിരിക്കുകയാണ് പുള്ളിക്കാരൻ. ദേ ഇരിക്കുന്നുണ്ടോ? ഇവിടെ വളരെ ഭംഗിയുണ്ടല്ലേ? നോക്ക്, ഇയാളിങ്ങനെ ഒളിച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കും ആസ്വദിക്കാൻ കഴിയുന്ന തരത്തിലാണ് ഈ അക്വേറിയമൊക്കെ ഒരുക്കിയിരിക്കുന്നത്. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമോ എനിക്കറിയില്ല. എങ്കിലും സാധാരണ എല്ലാവർക്കും ഈ കളർ മത്സ്യങ്ങളെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതെ നോക്കി, ഇവിടെ ഇവർ തള്ളി മറിച്ചിട്ടിരിക്കുന്ന കപ്പൽ ഒന്നും കൂടി ഞാൻ കാണിച്ചു തരാം. കണ്ടാൽ തോന്നും ഇവരെല്ലാവരും കൂടി ചേർന്ന് തള്ളി മറിച്ചിട്ടിരിക്കുന്ന ഒരു കപ്പലാണെന്നേ തോന്നത്തുള്ളൂ. പക്ഷേ ഇവർ തള്ളി മറിച്ചിട്ടിരിക്കുന്ന കപ്പലൊന്നും അല്ല കേട്ടോ. അതങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഇവർ ഓടിക്കളിക്കുന്നതൊക്കെ കണ്ട് ഞാനിങ്ങനെ കുറച്ച് നേരം സമയം അതിനെ നോക്കി നിന്നത് കാരണം സമയം പോയത് ഞാൻ അറിഞ്ഞതേയില്ല. എൻ്റെ മൊബൈലൊക്കെ ഇടയ്ക്ക് അവർ കടിക്കാനൊക്കെ വരുന്നുണ്ട്, ഫുഡാണെന്ന് കരുതിയിട്ട് അവർ. പക്ഷേ മൊബൈൽ ചിലപ്പോൾ ഇട്ട് കൊടുത്താൽ അവർ കടിച്ച് തിന്നുമെന്ന് തോന്നും. ദേ പതുങ്ങി കിടക്കുന്ന ആളിനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. പുള്ളിക്കാരനെ ഒന്നും കൂടി ഒന്ന് കാണിച്ചു തരാം. പുള്ളിക്കാരൻ അവിടെ നിന്നും മാറിയിട്ട് വേണ്ടേ ഇവിടെ ഇങ്ങനെ വന്ന് പതുങ്ങി കിടക്കാൻ പോവുകയാണ്. ഞാൻ അങ്ങോട്ടേക്ക് പതുക്കെ കൊണ്ടുപോയിട്ട് എൻ്റെ മൊബൈൽ കാണുന്നതുകൊണ്ടാണെന്ന് പുള്ളിക്കാരൻ അവിടെ നിന്ന് എഴുന്നേറ്റ് എൻ്റെ ഈ ഭാഗത്ത് വന്നിട്ട് പതുക്കെ മൊബൈൽ മൂവ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. പുള്ളിക്കാരൻ വേണ്ടേ ഇവിടെ വന്നത് പതുങ്ങി കിടക്കുകയാണ്. നിങ്ങൾ കാണുന്നുണ്ടോ? ഇതേ നോക്കിക്കേ, ഇപ്പം കാണാൻ സാധിക്കും നല്ലപോലെ. പുള്ളിക്കാരൻ ഇവിടെ ഇങ്ങനെ പതുങ്ങി കിടക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ കരുതട്ടെ. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഓരോരുത്തരെയും പിന്തുണയാണ് എൻ്റെ ബലം. അപ്പോൾ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യട്ടെ. അപ്പം വീണ്ടും അടുത്തൊരു വീഡിയോയുമായി കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. നിങ്ങളുടെ സ്വന്തം ജാസ്ട്രി മീഡിയ.